അൻഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡയാറ്റോമിക് മോളിക്യൂൾ ആസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇസ് ഗിവൺ ബൈ, ഫ്രീക്വൻസി എന്താണ്, ന്യൂ ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ മ്യൂ. കെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, മ്യൂ എന്നാൽ റെഡ്യൂസ്ഡ് മാസ്. സെക്കൻഡ്, വൈബ്രേഷണൽ എനർജി, അതിൻ്റെ ഇക്വേഷൻ എ വി ഇസ് ഈക്വൽ ടു വി പ്ലസ് 1/2 എച്ച് ന്യൂ. വി എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ. Then selection rule for vibrational transition is delta V is equal to plus or minus 1. Next, potential energy curve is parabolic. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അൻഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പെക്ട്ര എന്ന് പറയുന്നത് ഒരൊറ്റ ലൈൻ മാത്രമാണ് കിട്ടുന്നത്. ഈക്വലി സ്പേസ്ഡ് ആണ് എനർജി ലെവൽസ്. അതുകൊണ്ട് ഒരു ലൈൻ മാത്രമേ നമുക്ക് സ്പെക്ട്രത്തിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി മോളിക്യൂൾസിൻ്റെ സ്പെക്ട്ര എന്ന് പറയുന്നത് കണ്ടെയ്ൻ സെവറൽ പീക്സ്. ഇത് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ദിസ് ലീഡ്സ് ടു ദി അൻഹാർമോണിസിറ്റി ആസ്പെക്റ്റ് ഓഫ് മോളിക്കുലാർ വൈബ്രേഷൻസ്. അൻഹാർമോണിസിറ്റി കൺസെപ്റ്റ് വരുന്നത്, അതായത് ഇൻ റിയൽ കേസസ് വൈബ്രേഷൻസ് ഓഫ് മോളിക്യൂൾസ് ഡു നോട്ട് എക്സാക്ട്ലി ഒബേ ദ ഹുക്സ് ലോ. വൈബ്രേഷൻസ് എക്സാക്ട്ലി ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റിൽ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ പ്രൊഡ്യൂസ് എ ഫോഴ്സ്. ഡയറ്റോമിക് മോളിക്യൂളാണ്, നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസ് തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. ആ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് മോർ റാപ്പിഡ്ലി ദാൻ ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൽ പറഞ്ഞ ഇൻക്രീസിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതർ കേസ് നമ്മൾ എക്സ്ട്രീമായിട്ട് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ റിസ്റ്റോറിങ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. റിസ്റ്റോറിങ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഡസ് നോട്ട് ഇൻക്രീസ് ആസ് റാപ്പിഡ്ലി ആസ് ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ പറഞ്ഞ അത്ര ഇൻക്രീസ് എന്തിലുണ്ടാവില്ല, പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാവില്ല. സ്ട്രെച്ചിങ് ഒരു എക്സ്ട്രീം പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ദ ബോണ്ട് ക്യാൻ ബി ബ്രോക്കൺ. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതെന്തായിട്ട് മാറും, അത് കറസ്പോണ്ടിങ് ആറ്റംസ് ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യും. വി നോ വൈബ്രേഷണൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ വി ഇസ് ഈക്വൽ ടു വി പ്ലസ് 1/2 എച്ച് ന്യൂ ഓസിലേഷൻ. ദെൻ അൻഹാർമോണിസിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് പി എം മോസ് എന്ന സയൻറ്റിസ്റ്റ് ഈ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതാണ് എന്ത്, vibrational energy of anharmonic oscillator EV is equal to V plus 1/2 HC omega minus V plus 1/2 whole square HC X OSC omega OSC. Here X oscillation is called anharmonicity constant. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒബ്വിയസ് ആണ് എന്ത്, വൈബ്രേഷണൽ ലെവൽസ് കൂടുന്നതിനനുസരിച്ച് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ വി വാല്യൂ എന്തായിരിക്കും, ഡിക്രീസ് ചെയ്തു വരും. അതായത് വൈബ്രേഷണൽ ലെവൽസ് ആർ നോട്ട് എക്സാക്ട്ലി ഇക്വി സ്പേസ്ഡ്. ദേ ബിക്കം ക്ലോസർ ടു ഈച്ച് അതർ, പെർട്ടിക്കുലർലി ഫോർ ഹയർ എനർജീസ്. ഹയർ എനർജീസിൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്പേസ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ എന്തായിരിക്കും, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ പാരാബോളിക് ഷേപ്പാണ്. അൻഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ എന്താണ്, ആ ഷേപ്പിനൊക്കെ ഒരു ഡിഫറൻസ് വരും, കാരണം എനർജി ലെവൽസ് ഇക്വി സ്പേസ്ഡ് അല്ല. ഇനി നമുക്ക് അൻഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി കർവ് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ അൻഹാർമോണിക് ഓസിലേറ്റർ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞു, അതാണ് ഡിസോസിയേഷൻ എനർജി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഇക്വി സ്പേസ്ഡ് അല്ല ലെവൽസ്, അതായത് ലെവൽസ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, എനർജി ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്.
നമുക്കറിയാം സെലക്ഷൻ റൂൾ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു +or-1. എന്നാൽ സെലക്ഷൻ റൂൾസ് ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു +or-1, +or-2, +or-3. There is the additional possibility of larger jumps 0 to 1 അതേപോലെ 0 to 2 അങ്ങനെ അഡീഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽസ് ആൻഡ് ഓവർടോൺസ്. റൂം ടെമ്പറേച്ചറിൽ കൂടുതൽ മോളിക്യൂൾസും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? V = 0 to V = 1. This transition is known as fundamental transition. So, fundamental transition നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The transition of one vibrational mode of a molecule between the ground state, that is V = 0, and the first excited state, that is V is equal to 1, involving absorption or emission of one quantum of energy is called fundamental transition. ഫണ്ടമെൻ്റൽ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ആൻഡ് സിഗ്നൽ ഇൻ ദി സ്പെക്ട്രം ഇസ് കോൾഡ് ഫണ്ടമെൻ്റൽ ബാൻഡ്. നെക്സ്റ്റ് ഓവർടോൺസ്. ദിസ് ഇസ് ദി ട്രാൻസിഷൻസ് കറസ്പോണ്ടിങ് ടു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 2, 3, 4 etc. where the lower level involved is the V is equal to 0. ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ V is equal to 0 to V is equal to 1. ഓവർടോൺസ് എന്ന് പറഞ്ഞാൽ V is equal to 0 to V is equal to 2, V equal to 0 to V equal to 3. അങ്ങനെ 0 ആയിരിക്കും ലോവർ ലെവൽ, ഹയർ ലെവൽ ഏതുമാവാം. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻസ്. ഇതിനെയാണ് ഓവർടോൺസ് എന്ന് പറയുന്നത്. V = 0 to V = 2. ഈ ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അബൌട്ട് ട്വൈസ് ദാറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ. നെക്സ്റ്റ് V = 0 to V = 3. ഈ ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി അബൌട്ട് 3 times ഓഫ് ദാറ്റ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻസ്. ട്രാൻസിഷൻസിന് ഓരോ നെയിമുണ്ട്. V = 0 to V = 2 ട്രാൻസിഷൻ ഈസ് കോൾഡ് ഫസ്റ്റ് ഓവർടോൺ. Then V = 0 to V = 3 transition is called a second overtone. ഇൻറ്റൻസിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും? ഇൻറ്റൻസിറ്റി ഓർഡർ ഏറ്റവും കൂടുതൽ ഫണ്ടമെൻ്റൽ ആയിരിക്കും. ദെൻ ഫസ്റ്റ് ഓവർടോൺ, ദെൻ സെക്കൻഡ് ഓവർടോൺ. നെക്സ്റ്റ് ഹോട്ട് ബാൻഡ്സ്. ഹോട്ട് ബാൻഡ്സ് എന്നാൽ എന്താണ്? ബാൻഡ്സ് ഫോർ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ഇൻ വിച്ച് ദ ലോവർ വാല്യൂ ഓഫ് V ഈസ് ലാർജർ ദാൻ 0. ഒരു എക്സാമ്പിളാണ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ V = 1 and V = 2. It is normally very weak. എന്തുകൊണ്ടാണ് ഇതിന് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്? അതായത് ഹയർ ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണ് ഈ ബാൻഡ് പ്രസൻ്റ് ആവുന്നത്. റൂം ടെമ്പറേച്ചറിലൊക്കെ ഇത് ആബ്സെൻ്റ് ആണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലൊക്കെ പോപ്പുലേഷൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ. ഇതെന്ന് വെച്ചാൽ ഹോട്ട് ബാൻഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എക്സൈറ്റഡ് ലെവലിൽ നിന്നുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്.